കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ പോലീസിനൊപ്പം ഇനി ട്രാഫിക് വാർഡന്മാരും. പരിശീലനം പൂർത്തിയാക്കിയ ട്രാഫിക് വാർഡന്മാർ ഇനി നിരത്തുകളിൽ സജീവമാകും. റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ചാണ് ട്രാഫിക് പോലീസ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. 75 ട്രാഫിക് വാർഡന്മാരാണ് തിരക്കേറിയ സമയങ്ങളിൽ പോലീസിനൊപ്പം കോഴിക്കോട് നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കുക. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ സിറ്റി ട്രാഫിക് പോലീസ് യൂണിറ്റിന് ഇവർ വിവരം കൈമാറും. അവധി ദിവസങ്ങളിൽ 1 ലക്ഷത്തോളം ആളുകൾ വന്നു പോകുന്ന ഇടമാണ് കോഴിക്കോട് നഗരം. തൊണ്ടയാട് മുതൽ സിറ്റി വരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് വലിയ പ്രശ്നമാണ്. ഈ കുരുക്കഴിക്കാനാണ് ട്രാഫിക് വാർഡന്മാരും നിരത്തിലിറങ്ങുക. എൻ്റെ നഗരം അപകട നഗരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോട്ടറി കാലിക്കറ്റ് ഈസ്റ്റാണ് ട്രാഫിക് വാർഡന്മാരെ സ്പോൺസർ ചെയ്തത്. സ്വയം സന്നദ്ധരായെത്തിയ ആളുകളിൽ നിന്നും 75 പേരെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകി. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാനായ കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. റോഡിൽ യാത്ര ചെയ്യുന്നവരാവട്ടെ, വാഹനം ഉപയോഗിക്കുന്നവരാവട്ടെ, അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിന് അത്ര വലിയ പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതിന് പോലീസിനോടൊപ്പം ചേർന്ന് നിന്ന് ഈ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ചെയ്യുമ്പോൾ കേരള പോലീസിന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു സ്ഥാനമുണ്ട്. കേരള പോലീസിന് ആ യശസ്സിന് ഒട്ടും കോട്ടം തട്ടാത്ത വിധത്തിൽ ഒരു ജനകീയ പോലീസ് എന്ന നിലയിൽ നമുക്ക് മാറാൻ കഴിയുമ്പോൾ മാത്രമേ ഭംഗിയായി നമ്മളിൽ ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബു, സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 75 പേരെ കൂടാതെ പരിശീലനം പൂർത്തിയാക്കുന്ന 25 പേർ കൂടി വരും ദിവസങ്ങളിൽ നഗരത്തിൽ പദ്ധതിയുടെ ഭാഗമാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.